ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. ഉള്ളി ബീഫ്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് കറിയാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് വീഡിയോ കേട്ടോ. നല്ല എല്ലുള്ള നെഞ്ചിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. മാക്സിമം നെയ്യുള്ള തന്നെ എടുക്കാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഇറച്ചിക്കറിക്കൊക്കെ. കുറച്ച് എല്ല് കഷ്ണം ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഉള്ളി, ഒരു 5 പച്ചമുളക്, 4 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളിയാണ്. 2 ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ട പൊടികൾ ഇതിൻ്റെ അകത്ത് ഇടാം. ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് നമ്മൾ കൂട്ടിയിട്ട് കൊടുത്താൽ മതി. കാര്യം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ വറ്റൽമുളകുണ്ട്. അപ്പോൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. മസാല 2 ടേബിൾ സ്പൂൺ. അടുത്തായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഹാഫ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി ഹാഫ് നമ്മളൊരു കറി ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തൈര് ഇടണം. തൈര് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്യാം. 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കാൻ സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാം. നമ്മുടെ ബീഫ് 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ബീഫ് എടുത്തിട്ട് കുക്കറിൻ്റെ അകത്ത് ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കാം. അപ്പൊ ആവശ്യത്തിനായിട്ടുള്ള വേവ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ സ്പൈസസ് അല്ലേ ഇട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പകുതി മാറ്റി വെച്ചിട്ടിരുന്ന നമ്മുടെ പേസ്റ്റ് ഇല്ലേ, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, അത് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇളക്കി ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കളർ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളെ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇട്ട് ചെയ്യാൻ. അടുത്തത് നമുക്ക് 4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ചില്ലി ഫ്ലേക്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഗ്രേവിയുടെയൊക്കെ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ.